അറേബ്യൻ കടലിൻ്റെ തീരത്ത് തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശം. സ്വർണ്ണഖനികളും പ്രകൃതിവാതവും കൊണ്ട് സമ്പന്നം. പക്ഷേ അവിടുത്തെ ജനത ഇന്നും ദാരിദ്ര്യത്തിലും കണ്ണീരിലുമാണ്. ഇത് ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ എന്നാൽ ഏറ്റവും അശാന്തമായ ഒരു പ്രവിശ്യ. 2026 പുതുവത്സര ദിനം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു തുറന്ന കത്തെത്തുന്നു. അയച്ചത് പാകിസ്ഥാൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്ന ബലൂച്ച് നേതാവ് മിർ യാർ ബലൂച്ച്. ആ കത്തിലെ വരികൾ ദക്ഷിണേഷ്യയുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായിരുന്നു. ചൈനീസ് പട്ടാളം വരുന്നു, സാമ്പത്തിക ഇടനാഴിയെ ലക്ഷ്യമാക്കിയല്ല, മറിച്ച് സൈനിക വിന്യാസത്തിനായി ബലൂചിസ്ഥാൻ്റെ മണ്ണിൽ ചൈനയുടെ ബൂട്ട് കാലുകൾ പതിയാൻ പോകുന്നു എന്നാണ് ഇതിലെ ഉള്ളടക്കം. മിർ യാർ ബലൂച്ച് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ബലൂചിസ്ഥാന് മാത്രമല്ല, ഭാരതത്തിനും ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ഭീഷണിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അതിർത്തിക്കപ്പുറം സംഭവിക്കുന്നത്? സീപക് എന്ന സാമ്പത്തിക പദ്ധതിയുടെ മറവിൽ ചൈന അവിടെ ഒരു സൈനിക താവളം പണിയുകയാണോ? ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു ബലൂചിസ്ഥാനിൽ ചൈനയുടെ സൈനിക നീക്കങ്ങൾ, മിർ യാർ ബലൂച്ചിൻ്റെ കത്ത്, പിന്നെ ഇന്ത്യ നേരിടാൻ പോകുന്ന പുതിയ വെല്ലുവിളികൾ. 2026 ജനുവരി 1 റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രതിനിധി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മിർ യാർ ബലൂച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഈ കത്ത് പുറത്തുവിട്ടത്. ആഗോള നയതന്ത്ര ലോകം വലിയ പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ബഹുമാനപ്പെട്ട ജയശങ്കർ, പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ സഖ്യം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സീപക് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ പോരാളികളെ അടിച്ചമർത്താൻ പാകിസ്ഥാന് കഴിയാതെ വരുമ്പോൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈന അവരുടെ സൈന്യത്തെ ബലൂചിസ്ഥാനിൽ ഇറക്കിയേക്കാം. ഈ കത്ത് വെറും ഒരു അഭ്യൂഹമല്ല. ബലൂച്ച് ജനതയുടെ 60 ദശലക്ഷം വരുന്ന മനുഷ്യരുടെ സമ്മതമില്ലാതെ ചൈനീസ് പട്ടാളം ആ മണ്ണിൽ ഇറങ്ങിയാൽ അത് ഇന്ത്യയുടെ ഭാവി സുരക്ഷയെയും സാരമായി ബാധിക്കും എന്നാണ് മിർ യാർ പറയുന്നത്. ഭാരതത്തിനും ബലൂചിസ്ഥാനും അചിന്തനീയമായ ഒരു ഭീഷണി തന്നെ ഇത് സൃഷ്ടിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഇതൊരു സാധാരണ മുന്നറിയിപ്പല്ല. പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ നേരിടാൻ പാക് സൈന്യത്തിന് കഴിയുന്നില്ല. അവിടെയാണ് ചൈനയുടെ എൻട്രി. തങ്ങളുടെ നിക്ഷേപങ്ങൾ സംരക്ഷിക്കാൻ എന്ന വ്യാജേന ചൈനീസ് PLA അവിടെ ക്യാമ്പ് ചെയ്താൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലും ചൈനയുടെ സൈനിക സാന്നിധ്യം വരും. വടക്ക് ഹിമാലയത്തിലും പടിഞ്ഞാറ് പാകിസ്ഥാനിലും ചൈനീസ് പട്ടാളം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 2 ഫ്രണ്ട് വാർ സിറ്റുവേഷൻ പോലുമല്ല, മറിച്ച് പരിപൂർണമായ ഒരു വളയപ്പെടലാണ്. എന്താണ് സീപക്? ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, $60 ബില്യൺ ഒരു ബൃഹത് പദ്ധതി. ചൈനയുടെ ഷിൻയാങ് പ്രവിശ്യയെ അറേബ്യൻ കടലിലെ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളും റെയിലുകളും പൈപ്പ് ലൈനുകളും. പാകിസ്ഥാൻ ഇതിനെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നു. പക്ഷേ ബലൂച്ചികൾ ഇതിനെ വിളിക്കുന്നത് ചൂഷണത്തിൻ്റെ പാത എന്നാണ്. എന്നാൽ ഇപ്പോൾ കഥ മാറുകയാണ്. മിർ യാർ ബലൂച്ച് പറയുന്നത് സീപക് അതിൻ്റെ ഫൈനൽ ഫേസിലെത്തിയെന്നാണ്. എന്താണ് ഈ ഫൈനൽ ഫേസ്? അത് സാമ്പത്തികമല്ല, മറിച്ച് സൈനികമാണ്. ഗ്വാദർ തുറമുഖം ഒരു നാവിക താവളമായി മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതിനകം തന്നെ ഗ്വാദറിന് ചുറ്റും വൻ സുരക്ഷാ മതിലുകൾ ഉയർന്നു കഴിഞ്ഞു. ഒരു ചൈനീസ് കോളനി പോലെയാണ് ഈ പ്രദേശം ഇപ്പോൾ. ബലൂച്ച് ലിബറേഷൻ ആർമി പലതവണ ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെ ഈ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് ചൈനീസ് പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ പരാജയമാണ് ചൈനയ്ക്ക് തങ്ങളുടെ പട്ടാളത്തെ ഇറക്കാനുള്ള ന്യായീകരണം നൽകുന്നത്. ഞങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഞങ്ങൾ തന്നെ വരുന്നു. ഇതാണ് ബീജിങ്ങിൻ്റെ ലൈൻ. നയതന്ത്രത്തിനും ഭൗമരാഷ്ട്രീയത്തിനും അപ്പുറം ഇതൊരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നത് ചൈനയും പാകിസ്ഥാനും ചേർന്ന് തങ്ങളെ കൊള്ളയടിക്കുകയാണെന്നാണ്. മിർ യാർ ബലൂച്ചിൻ്റെ കത്തിൽ പറയുന്ന 60 ദശലക്ഷം ജനങ്ങളുടെ ആത്മാഭിമാനം എന്ന പ്രയോഗം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ബലൂച്ചികൾക്ക് ചൈനയെ വേണ്ട. അവർ ഇന്ത്യയെ തങ്ങളുടെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയായാണ് കാണുന്നത്. 1971 ബംഗ്ലാദേശിനെ സഹായിച്ചതുപോലെ ഇന്ത്യ തങ്ങളെയും സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ട് ബലൂച്ച് നേതാവ് ജയശങ്കറിന് കത്തെഴുതി? എന്തുകൊണ്ട് ഇന്ത്യ ജാഗ്രത പാലിക്കണം? ലഡാക്കിലും അരുണാചലിലും ചൈന നൽകുന്ന സമ്മർദ്ദത്തിന് പുറമെ പാകിസ്ഥാനിലെ ചൈനീസ് സൈനിക സാന്നിധ്യം ഇന്ത്യയെ ഇരുവശത്തു നിന്നും വരിഞ്ഞു മുറുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗ്വാദറിൽ ചൈനീസ് നേവി താവളം അടിച്ചാൽ മുംബൈ തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ ചൈനീസ് യുദ്ധക്കപ്പലുകൾ എത്തും. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെയും വ്യാപാരത്തെയും കടുത്ത ഭീഷണിയിലാക്കും. അതോടെ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, പാകിസ്ഥാനിലെ ഗ്വാദർ, മ്യാൻമറിലെ സിറ്റ്വേ എന്നീ താവളങ്ങളിൽ നിന്നും ഇന്ത്യയെ കടലിലൂടെ വളയുന്ന ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾ തന്ത്രം വിജയകരമായി പൂർത്തിയാകും. മിർ യാർ ബലൂച്ചിൻ്റെ കത്ത് ഇന്ത്യ ഗൗരവമായി തന്നെ കാണണം. ചൈനീസ് പട്ടാളം പാകിസ്ഥാനിൽ ഔദ്യോഗികമായി തമ്പടിച്ചാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ചൈനയുടെ ഒരു വസൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അടിമ രാജ്യമായി മാറും. ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ഒരു ആണവശക്തിയായ ചൈനീസ് പ്രോക്സി ഇരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഇന്ത്യ എന്ത് ചെയ്യണം?
മിർ യാർ ബലൂച്ചിൻ്റെ സഹായ അഭ്യർത്ഥന ഇന്ത്യ സ്വീകരിക്കുമോ? നയതന്ത്രജ്ഞർ പറയുന്നത് നിലവിൽ ഇന്ത്യ നേരിട്ട് സൈനികമായി ഇടപെടാൻ സാധ്യതയില്ല എന്നാണ്. എന്നാൽ ഈ സാഹചര്യം കൂടുതൽ രൂക്ഷമാവുന്ന പക്ഷം ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും അതിനപ്പുറമുള്ള നടപടികളിലേക്കും ഇന്ത്യ കടന്നേക്കുമെന്നും ഇവർ വിലയിരുത്തുന്നു. തൽക്കാലം നയതന്ത്ര തലത്തിൽ ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉയർത്തിക്കാട്ടാനും സീപെക്കിനെ അന്താരാഷ്ട്ര വേദികളിൽ ചോദ്യം ചെയ്യാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം. POK വഴിയാണ് സീപെക് കടന്നുപോകുന്നത് എന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ഒരു കടന്നുകയറ്റം കൂടിയാണ്. മിർ യാർ ബലൂച്ച് കത്തിൽ പറയുന്നത് പോലെ 2 മഹത്തായ രാഷ്ട്രങ്ങളുടെ ഭാവിക്കായി ഇന്ത്യ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. ചരിത്രം പലപ്പോഴും നിശബ്ദമായിട്ടാണ് ഗതി മാറുന്നത്. ഒരുപക്ഷെ നാളെ പാകിസ്ഥാനിലെ പത്രങ്ങളിൽ ചൈനീസ് സമാധാന സേന ബലൂചിസ്ഥാനിൽ എന്ന തലക്കെട്ട് നമ്മൾ കണ്ടേക്കാം. അത് സമാധാനത്തിനല്ല, മറിച്ച് ഒരു സമഗ്ര ആധിപത്യത്തിനാണെന്ന് തിരിച്ചറിയാൻ നാം വൈകരുത്. മിർ യാർ ബലൂച്ചിൻ്റെ കത്ത് ഒരു മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന ഒരു വൻ കൊടുങ്കാറ്റിൻ്റെ സൂചന. ബലൂചിസ്ഥാൻ ചൈനയുടെ സൈനിക താവളമായാൽ അത് ഏഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കും. ആ ചിന്തിക്കാൻ കഴിയാത്ത ഭീഷണി പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഇന്ത്യ തയ്യാറാണോ? അതിന് കാലം തന്നെ മറുപടി പറയട്ടെ. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.